ലോക ടെലിവിഷൻ ചരിത്രത്തിൽ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത തുടക്കമായിരുന്നു 24 കണക്ട്. ആവശ്യമുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരെയൊക്കെ ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തി വാർത്താമുറിക്കപ്പുറം ജനങ്ങളിലേക്ക് ഇറങ്ങിയ പദ്ധതിയാണിത്. പദ്ധതി ആരംഭിച്ച് 2 വർഷത്തിനുള്ളിൽ തന്നെ 100ഓളം പേരിലേക്കാണ് സഹായഹസ്തം നീണ്ടത്. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരു കുടക്കീഴിൽ, ഒരു നെറ്റ്വർക്കിന്റെ കീഴിൽ കൊണ്ടുവരാനും രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും വർഗീയതയ്ക്കുമൊക്കെ അപ്പുറം മലയാളിയിൽ ഒരു സാഹോദര്യവും ഒരു താമരനൂലിൻ്റെ ബന്ധവും നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുവാനും വേണ്ടി നമ്മുടെ ഈ വാർഷികാഘോഷ പരിപാടി പ്രമാണിച്ച് നമ്മൾ ആരംഭിക്കുന്ന പദ്ധതിയാണ് 24 കണക്ട്. മെയ് 14 ചരിത്ര പദ്ധതിയുടെ തുടക്കം ആ ദിനത്തിലായിരുന്നു. കേരളത്തിലുടനീളം നടത്തിയ സ്നേഹയാത്രയിലൂടെയായിരുന്നു കണക്റ്റിന്റെ തുടക്കം. വേദനയുടെ ദുരിതക്കയത്തിൽ വീണുപോയവരെ കേൾക്കാനും അവരെ ചേർത്ത് പിടിക്കാനും സഹായങ്ങൾ എത്തിക്കാനുമായി 24 നടത്തിയ സ്നേഹയാത്ര. അമ്മയുടെ അംശത്തെ ഒത്തുചേർത്തുകൊണ്ട് അത് സഹായം ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കാൻ ഇങ്ങനെ ഒരു വലിയ ഉദ്യമത്തിന് കേരളം നന്ദിയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ സ്നേഹമുള്ളവരായിരിക്കും. ഒരുപാട് പാവപ്പെട്ടവർക്ക് നല്ലൊരു സഹായമായി. പിന്നെ ഞങ്ങൾക്കല്ല ഈ പരിപാടിയിൽ ആൾക്കാരെ കാണാനും എടുക്കാനും വളരെ ആഗ്രഹമായിരുന്നു. ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു ഉദ്ദേശം. കാരുണ്യത്തിന്റെ ചങ്ങലയിൽ മലയാളികളെ ഒരുമിച്ച് ചേർക്കലായിരുന്നു 24 കണക്റ്റിന്റെ സ്നേഹയാത്ര. വാർത്താമുറിയിൽ നിന്ന് ജനമനസ്സുകളിലേക്കുള്ള നേരിട്ടിറങ്ങൽ. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ഒരു വാർത്താ ചാനൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ ജനകീയ പദ്ധതിയുടെ കണ്ണിചേർക്കൽ കൂടിയായിരുന്നു ആ യാത്ര. അടച്ചുറപ്പും സംരക്ഷണവുമുള്ള ഒരു വീട് സ്വന്തമായിട്ടില്ലാത്ത ആയിരങ്ങൾ നമുക്കിടയിൽ ഇനിയുമുണ്ട് എന്ന തിരിച്ചറിവാണ് 24 കണക്ട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് 100 വീടുകൾ എന്ന ഭവന പദ്ധതിക്ക് തുടക്കമിട്ടത്. 14 ജില്ലകളിലായി ഇതുവരെ തറക്കല്ലിട്ടത് 50ഓളം വീടുകൾക്ക്. സ്വന്തമായ ഒരു പാർപ്പിടമെന്ന നിരവധി മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവയ്ക്കാനുള്ള 24ന്റെ ശ്രമം തുടരുകയാണ്. ഒരു വീട്, സ്വന്തമായിട്ട് ഒരു വീട് പണിഞ്ഞു കിട്ടുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതാണിപ്പോൾ ഈ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനിലൂടെയും 24ലൂടെയും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്ഷനും കൂടി ചേർന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ഒത്തിരി സന്തോഷമുണ്ട്. 24ന്റെ 5ാം വാർഷിക ദിനത്തിൽ പ്രഖ്യാപിച്ച ജനകീയ പദ്ധതിയായിരുന്നു സ്ത്രീകൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലന പരിപാടി. പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് സ്വന്തമാക്കാൻ സ്ത്രീ സമൂഹത്തെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. സ്വപ്നങ്ങൾ കീഴടക്കാനുള്ള പരിശീലനം സ്വന്തമാക്കിയ ഇവർ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ആത്മവിശ്വാസമാണ് ആക്ച്വലി ഒരു സെൽഫ് ഡിഫൻസ് ക്ലാസ്സിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. ട്രെയിനിങ് വളരെ നല്ലതായിരുന്നു. എളുപ്പമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ എപ്പോഴും അവരുടെ സുരക്ഷ എപ്പോഴും തനിയെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിന് ഈ ഒരു ക്ലാസ് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ലഹരിയിൽ വീണു പോകുന്നവരുടെ എണ്ണം ദിനം പ്രതി ഉയരുന്ന കേരളത്തിലെ യുവതലമുറയ്ക്കിടയിൽ നിന്ന് ലഹരിയെ പൂർണ്ണമായി അകറ്റാനുള്ള ശ്രമമാണ് 24 കണക്ട് ലഹരിമുക്ത കേരളം. കേരളത്തിന്റെ കലാലയങ്ങളിലൂടെ യാത്ര ചെയ്ത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് സംസാരിക്കുന്ന പരിപാടി മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഒരു സേനയെ വാർത്തെടുക്കലാണ്. കുട്ടികൾക്കിടയിൽ വരെ ഇത് വല്ലാത്ത വ്യാപകമാവുന്ന കാലത്ത് ഇനിയും അത് പിടിച്ചു കെട്ടി നിൽക്കാൻ നമ്മൾ ഒന്നാകെ ഇറങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ ഭാവി ശോഭനമാവില്ല. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വാല്യുബിൾ ആണ്, നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സൊസൈറ്റിയിലും നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും നിങ്ങളുടെ റിലേറ്റീവ്സിനിടയിലും എന്ന് നിങ്ങൾ തിരിച്ചറിയണം.
ജനഹൃദയങ്ങളുടെ ഉള്ളുലച്ച മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിലെ വേദന പേറുന്ന മനുഷ്യരെ ചേർത്ത് നിർത്താനും 24 കണക്റ്റിന്റെ പദ്ധതികൾക്ക് കഴിഞ്ഞു. ദുരന്തമുഖത്ത് ആദ്യ ദിനം തന്നെ 24 ഉണ്ടായിരുന്നു. അതിജീവനത്തിന്റെ പാതയിലെത്തിയ മനുഷ്യർക്ക് പാർപ്പിട സൗകര്യമൊരുക്കാൻ സജ്ജമാണെന്ന് ആദ്യമറിയിച്ച വാർത്താ ചാനൽ 24 ആയിരുന്നു. എല്ലാം നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള പഠന സഹായങ്ങൾ എത്തിക്കാനും 24 കണക്റ്റിന് കഴിഞ്ഞു. പ്രതീക്ഷകളില്ലാതാകുമ്പോൾ നിങ്ങൾക്കായി സംസാരിക്കാൻ ഞങ്ങളുണ്ട്, ഒപ്പമുണ്ട്. പ്രിയ പ്രേക്ഷകരോട് പ്രവൃത്തികൾ കൊണ്ട് സംസാരിക്കുകയാണ് 24 കണക്റ്റ്. ന്യൂസ് ഡെസ്ക് 24. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ 24.